the fifth unit of BSOE 145. That is, unit name is Pluralism, Equality and Fraternity, the Constitutional Foundations. In this, the objectives of these lessons are to examine the concepts of pluralism, equality, perspectives, and the second objective to examine in a sociological perspective why and how these principles were incorporated with the Constitution, and the third one to examine the civic society, community and the Constitution. In the Jewish Museum in New York, there is a map which shows the historical persecution of the Jews across the globe, indicating the routes of their migrations, time and place of such persecutions. In the Jewish Museum in ന്യൂയോർക്കിലെ ജൂയിഷ് മ്യൂസിയത്തിൽ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ ഹിസ്റ്റോറിക്കൽ പെർസിക്യൂഷൻസ് ഓഫ് ദ ജൂസ് അക്രോസ് ദ ഗ്ലോബിൽ ഈ ജ്യൂസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള മൈഗ്രേഷൻസും അവർ പോയതും എല്ലാം അതിനകത്ത് വളരെ അവരെ തടവിലാക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ദിസ് മാപ്പ് ഐഡൻറ്റിഫൈസ് ഇന്ത്യ ആസ് ദ ഓൺലി പ്ലേസ് ഇൻ ദ വേൾഡ് വെർ ദ ജൂസ് വെർ not persecuted but also allowed to carry on their faith exactly as they pleased with no interference from any source. അപ്പോൾ ഈ മാപ്പിൽ പ്രത്യേകിച്ച് ഇന്ത്യനെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മാത്രമാണ് ഒരു രാജ്യം അവിടെ ജ്യൂസിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവർക്ക് കടന്നു പോകാനും താമസിക്കാനും ഒക്കെ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ഒക്കെ സൗകര്യം കൊടുത്ത ഏക രാജ്യം അവിടെ ഇന്ത്യ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. വിത്ത് നോ interference from any source. The first and only time the Jews faced any threat was during the Mumbai terror attack. ആ മുംബൈ ടെറർ അറ്റാക്കിൻ്റെ സമയത്ത് മാത്രമാണ് ഏറ്റവും ആദ്യമായിട്ട് അവർക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. ആൻഡ് ദെൻ ഓൾസോ ദ എൻറ്റയർ ഇന്ത്യൻ നേഷൻ സ്റ്റൂഡ് ഇൻ ദെയർ സപ്പോർട്ട്. അപ്പോൾ ആ സമയത്ത് മുഴുവൻ നമ്മളുടെ ദേശവാസികൾ എല്ലാവരും അവർക്ക് സപ്പോർട്ടായിരുന്നു. ഇൻ ഇംഗ്ലണ്ട് ഇറ്റ് മേ ബി സർപ്രൈസിങ് ടു മെനി ദാറ്റ് ഗുഡ് ഫ്രൈഡേ ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഹോളിഡേ. അപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ ഗുഡ് ഫ്രൈഡേ ഒരു ഒഫീഷ്യൽ ഹോളിഡേ ആയിട്ട് ഒരിക്കലും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആൻഡ് ആൻ ഒഫീഷ്യൽ ഹോളിഡേ. ആൻഡ് ഇൻ USA പീപ്പിൾ ഗ്രീറ്റ് each other by saying happy holidays rather than merry Christmas. US-ലാണെങ്കിൽ ഗുഡ് ഫ്രൈഡേയുടെ അന്ന് മെറി ക്രിസ്മസ് വിഷയനേക്കാളും കൂടുതൽ കാര്യമായിട്ട് ഹാപ്പി ഹോളിഡേയ്സ് എന്നുള്ള വിഷിങ്സ് ആണ് ആളുകൾ പറയാറുള്ളത്. ദീസ് എക്സാമ്പിൾസ് എക്സ്പ്രസ് ഹൗ ദ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ വേൾഡ് ഇൻ്റർപ്രറ്റ് ദ പൊളിറ്റിക്കൽ മീനിങ് ഓഫ് സെക്യുലറിസം. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കുന്നത് ഹൗ ദ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ പല പ്രദേശങ്ങളിൽ ഇൻ്റർപ്രറ്റ് ദ പൊളിറ്റിക്കൽ മീനിങ് ഓഫ് സെക്യുലറിസത്തിൻ്റെ ആ പൊളിറ്റിക്കൽ മീനിങ് എങ്ങനെയാണ് ഇൻ്റർഫിയർ ചെയ്യണമെന്നാണ് ഈ എക്സാമ്പിൾസ് എല്ലാം തെളിയിക്കുന്നത്. സെക്യുലറിസം ആസ് എ കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ടേക്ക് കെയർ ഓഫ് ദ ഗോൾസ് ഓഫ് പ്ലൂരലിസം. അപ്പോൾ സെക്യുലറിസം അതല്ലെങ്കിൽ മതേതരത്വം എന്നുള്ള ആ കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടേക്ക് കെയർ ഓഫ് ദ ഗോൾസ് ഓഫ് പ്ലൂരലിസം എന്നുള്ള ആ ഗോൾസിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്ലൂരലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതലുള്ള, അതായത് നാനത്വത്വം എന്ന് പറയുന്നില്ലേ, ഏത് കാര്യം ഒന്നിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ നോക്കുന്നതാണ് പ്ലൂരലിസം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പല ജാതി, പല വേഷം, പല കൾച്ചർ, അതുപോലെ പല വേഷഭൂഷ, ഭാഷ, അങ്ങനെ പല കാര്യങ്ങളും വ്യത്യസ്തങ്ങളാണ്. എന്നാലും എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യുക. അതാണ് ഇവിടെ നാനത്വത്വം എന്ന് പറയുന്നത്, പ്ലൂരലിസം. അതാണ് ഇവിടെ പ്ലൂരലിസം എന്ന് മീൻ ചെയ്യണത്. അതുപോലെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം. ഒത്തിരി മതങ്ങളുണ്ട്, പക്ഷെ ഒരു മതത്തിനും പ്രാധാന്യത, എല്ലാത്തിനും ഈക്വൽ പ്രാധാന്യതയാണ്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്, മതത്തിനെ പരിപാലിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരാൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതാണ് മതേതരത്വത്തിന് സെക്യുലറിസം എന്ന് മീൻ ചെയ്യണത്. അപ്പോൾ സെക്യുലറിസം ആസ് എ കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ടേക്ക് കെയർ ഓഫ് ദ ഗോൾസ് ഓഫ് പ്ലൂരലിസം, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേർണിറ്റി ദാറ്റ് ക്യാരക്ടറൈസ്ഡ് ഡെമോക്രസി ആൻഡ് ലിബറൽ നേഷനും അതുപോലെ ജനാധിപത്യത്തിൻ്റെ ഒക്കെ സ്വഭാവമായിട്ടുള്ള പ്ലൂരലിസം, ഈക്വാലിറ്റി അതായത് സമത്വം, ആൻഡ് ഫ്രറ്റേർണിറ്റി സഹോദരയും, ഇതെല്ലാം നിലനിന്ന് പോവാനായിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ
കൂടുതൽ ശ്രദ്ധിക്കുന്നത്. When India became independent in 1947, it was the goal of establishing a democratic nation committed to the notion of social justice that was embodied in the concepts of equality and fraternity that would allow the peaceful coexistence of different communities, regions and religions, ethnic groups, etc. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പല ജാതികളുണ്ട്, പല സമുദായങ്ങളുണ്ട്, പല എത്നിക് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവരും സമാധാനപൂർവ്വമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ സ്വാതന്ത്ര്യമായ പിന്നെ നമ്മളുടെ ഡെമോക്രാറ്റിക് നേഷനായി ഫോം ചെയ്തപ്പോഴേക്കും അതിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൺസെപ്റ്റ്സ് ഈക്വാലിറ്റി, ഫ്രാറ്റേർണിറ്റി എല്ലാം അതിൽ കൂട്ടിച്ചേർത്തത്. The goal was not to erase all differences and to create monolithic and uniform society, but to respect diversity and to have what is famously known as unity in diversity. അപ്പോൾ the goal was not to erase. അപ്പോൾ ഇങ്ങനെ സെക്യുലറിസം അല്ലെങ്കിൽ പ്ലൂറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാനം കൊടുത്തെങ്കിലും അതിൻ്റെ പ്രത്യേക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആ എല്ലാ മതങ്ങളെയും മാറ്റിയിട്ട് ഒറ്റ മതത്തിൽ കൂടി പോവുക അല്ലെങ്കിൽ ഒറ്റ ചിന്താഗതി കൂടി പോവുക എന്നുള്ള ഒരു സ്വപ്നമല്ലായിരുന്നു. സൊസൈറ്റിയിൽ പലതരം ആളുകളുണ്ട്, അപ്പം പല ജാതിയുണ്ട്, വേഷമുണ്ട്, വിഭാഗമുണ്ട്. അപ്പം അവരെല്ലാവരും അവരുടെ ആ നാനത്വത്തിലൊരു ഏകത്വം കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളത്. The necessity for having some kind of a mechanism for dealing with plurality is what drove many nations to opt for secularism as a key component of their constitution. This was especially necessary for large and diverse nations like India, United Kingdom and USA. അപ്പോൾ USA, അതുപോലെ UK, അതുപോലെ ഇന്ത്യ പോലെയുള്ള വലിയ രാജ്യങ്ങളിൽ അവിടെ ഒത്തിരി പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അവിടെയുള്ള അവിടങ്ങളിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഒരു നല്ല മെക്കാനിസം, നല്ല പ്ലൂരാലിറ്റി നല്ലോണം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മെക്കാനിസം വേണ്ടതായിട്ടുള്ളത്. A newly formed nations like India was struggling to keep it different fragments together and deal with a hugely multicultural and multilingual ground reality. Even to identify a common national language was a problem and continue to be one. അപ്പം നമുക്ക് പല വ്യത്യസ്തങ്ങളിൽ കൂടി നാനത്വത്തിൽ കൂടി ഏകത്വം അല്ലെങ്കിൽ എല്ലാവരും ഒന്നിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതിന് ഒരേ ഒരു ഭാഷ എന്നുള്ള അതിൻ്റെ ഒരു പ്രോബ്ലം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Inclusiveness seems the only way out to this path had been taken by countries like UK and USA by incorporating in their constitution the concept of secularism with respect to religion. ഈ റിലീജിയൻ ആയിട്ട് സംബന്ധിച്ച് ഈ UK, USA പോലെയുള്ള രാജ്യങ്ങളൊക്കെ തുടരുന്ന ഒരു രീതിയാണ് സെക്യുലറിസം എന്ന് പറയുന്നത്, മതേതരത്വം. ഇന്ത്യ ഓൾസോ ഓരോന്ന് വെച്ചാൽ അവിടെ മതം ഇല്ലെന്നല്ല, മതം ഓരോരുത്തർക്കും ഉണ്ട്, പക്ഷെ അത് അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ ഹൃദയത്തിലാണ്, അല്ലാണ്ട് പൊതുവായിട്ട് മറ്റുള്ളവർക്ക് ഏതെങ്കിലും ഉപദ്രവം വരുന്ന രീതിയിൽ മതം അവർ കൊണ്ടു നടക്കുന്നില്ല. ഇന്ത്യ ഓൾസോ ഓപ്റ്റഡ് ഫോർ എ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ, വൺ ദാറ്റ് വുഡ് ദെൻ ടേക്ക് കെയർ ഓഫ് പ്ലൂറലിസം ഓഫ് ഫെയ്ത്ത് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് വേസ് ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ ദം. Although officially in the Western countries there is a freedom for everyone to follow their ഫെയ്ത്ത്. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ഫെയ്ത്ത് എന്താണെന്ന് വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ദർ ആർ റെസ്ട്രിക്ഷൻസ് ഇൻ ദ പബ്ലിക് സ്പിയർ. പക്ഷേ അവർക്ക് സ്വന്തം ജീവിതത്തിൽ അവരുടേതായ ലൈഫിൽ അവരുടേതായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. പക്ഷേ ഒരു റെസ്ട്രിക്ഷൻസും പബ്ലിക് സ്പിയറിൽ പൊതുസ്ഥലത്ത് ഇതുമൂലം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. എസ്പെഷ്യലി ഇഫ് ദേ കോൺട്രഡിക്ട് ദ ഡൊമിനന്റ് മോറൽ ആൻഡ് വാല്യൂ സിസ്റ്റം ഓഫ് ദാറ്റ് കൺട്രി. ഫോർ എക്സാമ്പിൾ, ഇൻ ഫ്രാൻസ് there has been a ban on women wearing scarves in public, and there is also a general ban on people displaying too prominently other symbols of their religion. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ യൂസ് ചെയ്യണ എന്തെങ്കിലും ഒരു സിമ്പിൾസ് അത് പൊതുശല്യം ഉണ്ടാകാത്ത രീതിയിൽ ഉപയോഗിക്കുക. പൊതുവായി മറ്റുള്ളവർക്ക്, മറ്റു മതസ്ഥർക്ക് അല്ലെങ്കിൽ മറ്റ് സഹജീവികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് ഫ്രാൻസിൽ സ്ത്രീകൾ തലയില സ്കാർഫ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ അവിടെ ബാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ
മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. Thus in the UK and the USA and other parts of the world there is a lot of control on how religion is to be kept away from the public space. അപ്പൊ പബ്ലിക് സ്പേസിൽ നിന്ന് റിലീജിയനെ, മതത്തിനെ എങ്ങനെ മാറ്റി നിർത്താം, UK USA അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് പ്രത്യക്ഷത്തിൽ കാണിക്കുന്നുണ്ട്. ലൈക്ക് സ്കൂൾ ആൻഡ് ഗവൺമെന്റ് ഓഫീസസ്. അപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിലൊക്കെ മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ നടത്തണില്ല. ഈവൻ ക്രിസ്മസ് ഇൻ ദ USA ഈസ് റെഫേർഡ് ടു ആസ് ഹോളിഡേയ്സ്. അപ്പോൾ ക്രിസ്മസ് USA ക്രിസ്മസ് അതൊന്നൊരു ഹോളിഡേയ്സ് ആക്കുന്നുണ്ട്. സോ ആസ് നോട്ട് ടു ഒഫൻഡ് ദ സെൻസിബിലിറ്റീസ് ഓഫ് നോൺ ക്രിസ്ത്യൻസ്. നോൺ ക്രിസ്ത്യൻസിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഹോളിഡേയ്സ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ടെന്നല്ലാതെ വേറെ രീതിയിലുള്ള മതപരമായിട്ട് മറ്റുള്ള മതസ്ഥർക്ക് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യവും അവിടെ നടത്തുന്നില്ല. ഓരോരുത്തരും അവരവരുടെ പേഴ്സണൽ ലൈഫിൽ റിലീജിയൻ കൊണ്ടുപോകുന്നുണ്ട്. ദർ ഈസ് നോ ടീച്ചിങ് ഓഫ് എനി റിലീജിയൻ ഓഫ് സ്കൂൾസ് ആൻഡ് പബ്ലിക് പ്ലേസസ് അതർ ദാൻ ദോസ് ഓഫ് സ്പെസിഫിക് റിലീജിയസ് നേച്ചർ ഡു നോട്ട് ക്യാരി എനി റിലീജിയസ് സിംബൽസ്. ദർ ഈസ് നോ ടീച്ചിങ് ഓഫ് എനി റിലീജിയൻ. ഏതെങ്കിലും മതത്തിനെ കുറിച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുകയോ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പഠിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതായത് അവരവർക്ക് അവരവരുടെ മതത്തിനുള്ളിൽ അവരുടെ ആളുകൾക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ യൂസ് ചെയ്യാന്നല്ലാണ്ട് പബ്ലിക്കായിട്ട് അതിനെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് മറ്റു മതസ്ഥർക്ക് ഒരു ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ അവിടങ്ങളിലൊന്നും പ്രവർത്തനമില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി എ സെക്യുലർ ആൻഡ് പ്ലൂരൽ? ഇനി രണ്ട് വേർഡുകളാണ്, ഒന്ന് സെക്യുലർ മറ്റത് പ്ലൂരൽ. ഇതെന്താണ് മീൻ ചെയ്യണമെന്ന്? സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് വെച്ചാൽ മതം ഇല്ല എന്നല്ല, മതങ്ങൾ എല്ലാം ഉണ്ടാവും, പക്ഷെ എല്ലാത്തിനും ഒരേ കൺസിഡറേഷനാണ് കൊടുക്കുന്നത്. ഒന്നിനേക്കാൾ വലുതായോ ചെറുതായോ കാണുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ മതത്തിൽ മുന്നോട്ട് പോകാം, മറ്റുള്ളവരെ വിമർശിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുപോലെ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുത്വമാണ്, ഒന്നിൽ കൂടുതലുള്ള ആയിട്ട് വരുന്നതിനെയൊക്കെയാണ് പ്ലൂരൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂരലിസം, വിവിധത്വം അങ്ങനെയുള്ളത് അതിനെയാണ് ഇവിടെ പ്ലൂരൽ അല്ലെങ്കിൽ പ്ലൂരലിസം എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ വേർഡ് സെക്യുലറിസം ജസ്റ്റ് ലൈക്ക് ദ വേർഡ് religion has a western root. Most other cultures of the world do not have a concept such as religion that is set apart from other aspects of life. For example, the Sanskrit word dharma does not mean religion in the same way as Christians would refer to his or her religion. It largely means a code of conduct or the way of life that is appropriate to a person, human or non-human. For example, while describing Japan, അവിടെ എല്ലർ എന്നുള്ള ആൾ എഴുതിയിട്ടുണ്ട്, റൈസ് ദാറ്റ് ദ ജപ്പാനീസ് ഹാവ് നോ വേർഡ് ഫോർ റിലീജിയൻ. അവർക്ക് റിലീജിയന് വേണ്ടി അവരുടെ ഭാഷയിൽ ഒരു വേർഡ് തന്നെ ഇല്ല. ആൻഡ് ഡു നോട്ട് കൺസെപ്ഷലൈസ് റിലീജിയൻ ആസ് എ ക്രീഡ്. അവിടെ റിലീജിയൻ ഒരു ക്രീഡായിട്ടോ ഡോക്ട്രീനായിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് റിലീജിയനായിട്ടോ ഒന്നും അവിടെ കാണിക്കുന്നില്ല. ദ ജപ്പാനീസ് ലൈക്ക് ദ ഹിന്ദുസ് ഹാവ് ഇന്നൂമറൽ ഡെയ്റ്റീസ് ആൻഡ് ഹിന്ദു ഡെയ്റ്റീസ് ആൻഡ് സിംബൽസ് ആർ പ്രൊമിനന്റ്ലി ഡിസ്പ്ലേഡ് ഇൻ ജപ്പാനീസ് ടെമ്പിൾ അലോങ് വിത്ത് ഇമേജസ് ഓഫ് ബുദ്ധയുടെ ഇമേജസും ഒക്കെ ജപ്പാനീസ് ടെമ്പിൾസിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ദ ഫോളോവേഴ്സ് ഓഫ് ഷിൻഡോയിസം ബിലീവ് ദാറ്റ് സം ബീയിങ് ഹാവ് സേക്രഡ് പവേഴ്സ് ആൻഡ് ദേ മേ ബി എനിവെയർ ആൻഡ് കം ഫ്രം എനിവെയർ. അപ്പൊ അത് ഇവിടെ ഉപയോഗിക്കുന്ന ദേവീ ദേവതമാരെ അല്ലെങ്കിൽ ബുദ്ധന്റെ പിക്ചറൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു വിശ്വാസം അവർക്കുള്ളത് ഇതാണ്, എവിടെ ആയാലും നല്ല പരിശുദ്ധമായിട്ടുള്ള സംഗതികൾ എവിടെ വെച്ചാലും അതെല്ലാവർക്കും വെക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെയാണെന്നുള്ള ഒരു അഭിപ്രായമാണ് അവർക്കുള്ള. ഇൻ കൺട്രീസ് സച്ച് ആസ് ഇന്ത്യ, റിലീജിയൻ ഓർ റിച്വൽസ് ഹാവ് എ കീ റോൾ ടു പ്ലേ ഇൻ ദ പബ്ലിക് സ്ഫിയർ. പക്ഷെ ഇന്ത്യ പോലെയുള്ള രാജ്യത്തൊക്കെ റിലീജിയൻ ഓർ റിച്വൽസ്, റിലീജിയനും മതവും അതുപോലെ ആചാരങ്ങളും ഒക്കെ have a key role to play in the public sphere. പബ്ലിക് സ്ഫിയറിലും ഇത് ഒരു കീ റോളായിട്ട് മാറുന്നുണ്ട്. മോസ്റ്റ് റിച്വൽസ് ഹാവ് എ സോഷ്യൽ ആൻഡ് അറ്റ് ടൈം പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ക്യാരക്ടർ ലൈക്ക് വെൻ ബിസിനസ് ഹൗസസ് സ്പോൺസേഴ്സ് പബ്ലിക് റിലീജിയൻസ് events to gain publicity for themselves. In Indian political socializing, for example, the throwing of iftar parties is seen as a critical political ഇവന്റ്. ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യലൈസിങ്, ഫോർ എക്സാമ്പിൾ ദ ത്രോയിങ് ഓഫ് ഇഫ്താർ, മുസ്ലിംസിന്റെ ഇടക്ക് ബ്രേക്കിംഗ് ഓഫ് ഫാസ്റ്റ് ആൻഡ് ഡ്യൂറിങ് റംസാന്റെ ഇടക്ക് ആ ഫാസ്റ്റിംഗ് നിർത്തുന്നത് കാണിക്കുമ്പോൾ അവരൊരു ഇഫ്താർ വിരുന്നിലൂടെയാണ്. അപ്പൊ അതിൽ പല ആളുകളെയും അവർ ക്ഷണിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ അതൊരു പൊളിറ്റിക്കൽ
ഇവന്റ് ആയിട്ട് ചിലപ്പോഴൊക്കെ മാറിപ്പോകാറുണ്ട്. ഇൻ ദ US, ലാർജ് ക്രിസ്മസ് ട്രീസ് ഓർ ഷോപ്പ് വിൻഡോ ഡിസ്പ്ലേസ് മേ ബി സ്പോൺസേർഡ് ബൈ ഡിഫറെന്റ് കോർപ്പറേറ്റ് ഏജൻസീസ്. ഇപ്പൊ US ആണെങ്കിൽ ക്രിസ്മസിനൊക്കെ ആ ക്രിസ്മസ് ട്രീ തന്നെ അതൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ചില കോർപ്പറേറ്റ് ഏജൻസീസ് ആണ്. ബട്ട് പൊളിറ്റിക്കൽ ഫിഗേഴ്സ് അവോയ്ഡ് എനി റിലീജിയസ് അസോസിയേഷൻസ്. അവിടെ പൊളിറ്റിക്കൽ ഫിഗേഴ്സിന് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള റിലീജിയസ് അസോസിയേഷൻസ് ഒന്നും ഇല്ല. ഇൻ ഇന്ത്യ ഓൺ ദ അതർ ഹാൻഡ്, പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇപ്പോൾ റിലീജിയനെയും കൂടി ഉപയോഗിച്ചിട്ട് അവിടെയും ആ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇൻ ഇന്ത്യ ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് ഇമ്പരറ്റീവ് ഫോർ ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പൊളിറ്റിക്കൽ ഏജൻറ്റ്സ് ആസ് വെൽ ആസ് മോസ്റ്റ് പേഴ്സൺ ഹു ആർ ഇൻ ദ പബ്ലിക് ഐ ടു സെൻഡ് ഔട്ട് ഗ്രീറ്റിംഗ് മെസ്സേജ് ഫോർ ഓൾ പ്രൊമിനൻറ്റ് ഫെസ്റ്റിവൽസ് ആൻഡ് ഒക്കേഷൻസ്. പല പാർട്ടിക്കാരും ഓരോ പ്രധാനപ്പെട്ട ഓരോ മതസ്ഥരുടെ ഓരോ പെരുന്നാളുകൾ അല്ലെങ്കിൽ ആഘോഷങ്ങളിലൊക്കെ ഫെസ്റ്റിവൽസിനൊക്കെ അവരുടെ മറ്റുള്ള ആ പാർട്ടിക്കാരുടെ ഗ്രീറ്റിംഗ്സും കൂടി അവർ അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ്. അതിലൊക്കെ ഒരു കള്ളലക്ഷണമാണ്. ഏതെങ്കിലും രീതിയിൽ അവരെ വശത്താക്കുക, വോട്ട് ചെയ്യിക്കുക, ജയിച്ചു വരിക എന്നൊക്കെയുള്ള ആ ഒരു ദുരുദ്ദേശം അവിടെയുണ്ട്. പക്ഷെ അത് മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇൻ എ കൺട്രി ലൈക്ക് USA, while overt message related to Christmas or other religious occasions are shunned, semi-religious or semi-secular social events like Thanksgiving is celebrated as a big and prominent public event. അപ്പൊ എന്തെങ്കിലും ഒരു ഒക്കേഷൻസിൽ അതിൽ പങ്കെടുത്ത ഒരു താങ്ക്സ് ഗിവിങ് അങ്ങനെയുള്ള ഒരു സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഇതുപോലെയുള്ള മതപരമായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു വിരുദ്ധത തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ആകർഷിക്കുന്ന രീതിയിൽ ആ മതത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യാറില്ല. It is therefore evident that a concept like secularism would have cultural roots and meanings and is likely to mean different things to different people. അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലുമാണ് ഓരോ കാര്യത്തിനെ തന്നെ നോക്കിക്കാണുന്നത്. ഇൻ ദ വെസ്റ്റേൺ മോഡ് ഓഫ് തിങ്കിങ് സെക്യുലറിസം ഹാസ് largely been regarded as a point of view that it is not religious in nature. അപ്പോൾ വെസ്റ്റേൺ മോഡിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത് ലാർജ്ലി ബീൻ റിഗാർഡഡ് ആസ് എ പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് ഈസ് നോട്ട് റിലീജിയസ് ഇൻ നേച്ചർ. അത് റിലീജിയസ് ഇൻ നേച്ചർ അല്ല, മീനിങ് ദെയർബൈ ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് മോർ ഓൺ റാഷണാലിറ്റി. അത് യുക്തി സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലാണ്ട് റിലീജിയസ് നേച്ചറിൽ കൂടിയല്ല സെക്യുലറിസത്തിനെ ഇവിടെ നോക്കിക്കാണണം. പ്രാഗ്മറ്റിസം ആൻഡ് വാട്ട് ഇൻ ദ 17th century of Europe emerged. Thus, in UK and the USA and other parts of the world, there is a lot of control on how religion is to be kept away from the public space. അപ്പോൾ UK, USA പോലെയുള്ള സ്ഥലങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് റിലീജിയനെ മാറ്റുക, സ്കൂളിലും ഗവൺമെൻറ് ഓഫീസിലും ഒന്നും ഇതിൻ്റെ ആധിപത്യം ഇല്ലാതെ നോക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഓരോരുത്തർ സെക്യുലറിസം അതുപോലെ പ്ലൂറലിസം ഒക്കെ നോക്കി കാണുന്നത്. ഇനി അടുത്തത് അഗൈൻ, നോട്ട് ഓൾ റിലീജിയസ് ഹാവ് എ philosophers had seen flourishing non-religious philosophies. അപ്പോൾ ഇനി പലതരം ചിന്താഗതികൾ പല സ്ഥലത്തും പല സമയങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഡ്യൂറിങ് ദ ഹെലിസ്റ്റിനിക് പീരീഡ് ദാറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് റഫ്ലി ബിറ്റ്വീൻ ദ ടൈം ഓഫ് അലക്സാണ്ടർ to the rise of Rome, there was the emergence of 4 new schools of thought to answer questions about human life and fulfill human needs to reassure themselves about life and creation. അവിടെ അങ്ങനെ അലക്സാണ്ടർ ആ പീരീഡിൽ റൈസ് ഓഫ് റോം ആ സമയത്ത് ദെയർ വാസ് ദ എമർജൻസ് ഓഫ് 4 ന്യൂ സ്കൂൾസ് ഓഫ് തോട്ട്. 4 സ്കൂൾസ് ഓഫ് തോട്ട് ഉടലെടുക്കുകയുണ്ടായിരുന്നു. ദേവർ സിനിസിസം, സ്റ്റോയിസം, എപ്പിക്യൂറിസം ആൻഡ് സ്കെപ്റ്റിസിസം. ആ 4 സ്കൂൾസിൻ്റെ പേരുകളാണ് സിനിസിസം, സ്റ്റോയിസം, എപ്പിക്യൂറിസം ആൻഡ് സ്കെപ്റ്റിസം. അതിൽ ഓരോന്നായിട്ട് നോക്കാം. സിനിസിസം, ഇറ്റ് ഇൻവോൾവ്സ് an attitude towards life that rejects all social conventions, and a cynic does not care how he lives, what he wears, and they wish to be as natural as possible like animals. പ്രത്യേകിച്ച് ഒരു കൃത്രിമത്വം കാണിക്കാതെ എങ്ങനെയാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. അതാണ് സിനിസിസം എന്ന് പറയുന്നത്. an attitude towards life that rejects
സോഷ്യൽ കൺവെൻഷൻസ്, എല്ലാ സോഷ്യൽ കൺവെൻഷൻസിൽ നിന്നെല്ലാം അകന്ന് ഒരു സിനിക്കിനെ പോലെ, ഡസ് നോട്ട് കെയർ ഹൗ ഹി ലീവ്സ്, എങ്ങനെയാണ് ജീവിക്കണമെന്ന് ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ, അതുപോലെ എന്തു ധരിക്കുന്നു, ഏത് രീതിയിൽ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള ഒരു വെളിച്ചപ്പാടുകളൊന്നും ഇല്ലാതെ വെറുതെ ആനിമൽസിനെ പോലെ തോന്നിയ പോലെ ജീവിക്കുക, അതിനെയാണ് സിനിസിസം എന്ന് പറയണം. ദ വേർഡ് സിനിക് കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഫോർ എ ഡോഗ്. അപ്പൊ ലാറ്റിൻ വേർഡ് ഡോഗ് എന്നുള്ള അതിൽ നിന്നാണ് സിനിക് എന്നുള്ള ആ വേർഡ് വന്നിട്ടുള്ളത്. ഇനി സ്റ്റോയിസം ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം എ പോർച്ച് സ്റ്റോവ് ഫ്രം വിച്ച് ടീച്ചേഴ്സ് ഡെലിവേർഡ് ദെയർ ടീച്ചിങ്സ്. ഇൻ ദ കോമൺ ഇംഗ്ലീഷ് കണ്ടംപററി യൂസേജ് ഓഫ് ദിസ് ടേം ഇറ്റ് മീൻസ് എ കപ്പാസിറ്റി ടു ബിയർ ഹാർഡ്ഷിപ്പ് lightly or be resigned to one's condition even if it means to suffer silently. അപ്പൊ കുറെ ബുദ്ധിമുട്ടി ജീവിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായി വന്നാലും അത് സഹിച്ച് എന്നിട്ട് മുന്നോട്ട് പോവുക, അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഈ സ്റ്റോയിസിസം എന്ന് പറഞ്ഞ ആ സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന ചിന്താഗതി. ബട്ട് ഇൻ ടേംസ് ഓഫ് ദ ഒറിജിനൽ ഫിലോസഫി of Socrates and others from which it derives, to be stoic mean to take life rationally and to live ethically. അപ്പൊ അത് കുറേം കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണത് ടേക്ക് ലൈഫ് റാഷണലി, ജീവിതം ബുദ്ധിപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുക, ആൻഡ് ടു ലീവ് എത്തിക്കലി, അതുപോലെ സന്മാർഗത്തിൽ കൂടി ജീവിക്കുക, യുക്തിചിന്തയിൽ അധിഷ്ഠിതമായിട്ട് സന്മാർഗ രീതിയിൽ കൂടി ജീവിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റോയിക്സ് ഡിഡ് നോട്ട് റിജക്ട് ഹാപ്പിനെസ് ആൻഡ് ഒപ്പോസ് ഇറ്റ് ടു വെർച്യു. അപ്പൊ ഹാപ്പിനെസ്സിനെ ഒന്നും അവര് തള്ളി പറയുന്നില്ല. റാദർ ദേ ബിലീവ്ഡ് ദാറ്റ് ടു ബി ഹാപ്പി വാസ് ഇൻ ഇറ്റ് സെൽഫ് എ റാഷണൽ ബിഹേവിയർ. അപ്പൊ എപ്പോഴും സന്തോഷവാനായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു റാഷണൽ ബിഹേവിയർ ആണ്. ആൻഡ് വൺ കുഡ് ബി ഹാപ്പി ആസ് വെൽ ആസ് ഗുഡ്. ഒരാൾക്ക് നല്ലതുമായിട്ട് ഇരിക്കാൻ പറ്റും, അതുപോലെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ഈ സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ടിനുള്ളത്. ഇനി എപ്പിക്യൂറിനിസം ഈസ് എ ഫിലോസഫി നെയിംഡ് ആഫ്റ്റർ എപ്പിക്യൂറസ് വിച്ച് resembles an existential philosophy that does not give much importance to other worldly concerns and concentrates on being happy in this world. According to them, ഈ എക്യുപ്നിസത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായത്തിൽ ഡെത്ത് ഈസ് ദ എൻഡ്, മരണം എന്ന് പറയുന്നത് അവസാനമാണ്. ആൻഡ് വൺ നീഡ് നോട്ട് ബി ടു കൺസേൺഡ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർവേർഡ്. മരണത്തിന് ശേഷം എന്തുണ്ട് അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന ചിന്താഗതിക്കാരാണ് ഈ എപ്പിക്യൂറിനിസ്റ്റുകൾ. At the same time, one should be ethical and good and try to look for happiness while alive. അപ്പൊ അതേപോലെ തന്നെ മരണം എല്ലാത്തിൻ്റെ അവസാനമാണ്, അതിനുശേഷം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആയിട്ടുള്ള ആവശ്യമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം വൺ ഷുഡ് ബി എത്തിക്കൽ, എപ്പോഴും ഒരാൾ എത്തിക്കൽ ആയിരിക്കണം, അതുപോലെ ഗുഡും ആയിരിക്കണം. ആൻഡ് ട്രൈ ടു ലുക്ക് ഫോർ ഹാപ്പിനെസ് വൈൽ ലൈവ്, ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷവാനും നല്ലവനുമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ടു ഷുവർ അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ആസ് ഗോഡ് ഡസ് നോട്ട് സീം ടു കൺസേൺ അബൌട്ട് evil. In common English usage, it is sometimes used for a hedonistic lifestyle, but that is not how the propagator of this philosophy mean it to be. ഇനി അടുത്ത സ്കൂളാണ് സ്കെപ്റ്റിസിസം. സ്കെപ്റ്റിസിസം is a school of thought that was founded by Pyrrho and Carneades. This school of philosophy believes in taking a more casual attitude towards life. അത് കുറേ കൂടി കാഷ്വൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ജീവിതത്തിനോട് കാണിക്കുന്നത് ഈ സ്കൂൾ ഓഫ് തോട്ട്സുകാർ. ഇറ്റ് ബിലീവ്സ് ദാറ്റ് ടേക്കിംഗ് തിങ്സ് ടു സീരിയസ്ലി ഈസ് നോട്ട് അഡ്വൈസബിൾ. എല്ലാ കാര്യവും എപ്പോഴും ജീവിതത്തിൽ എല്ലാം വളരെ സീരിയസ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക, അങ്ങനെ ഒരു ഉപദേശം അവർ തരുന്നില്ല. വൺ ഈസ് നെവർ ഷുവർ അബൌട്ട് ദ ട്രൂത്ത് സ്റ്റാറ്റസ് ഓഫ് എനിത്തിങ്. ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾക്കും പൂർണ്ണമായിട്ടൊരു തീർപ്പ് നമുക്ക് അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് ഒരാൾക്കും പൂർണ്ണമായിട്ട് ഒരു അറിവുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഒന്നും അത്ര കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇന്നിപ്പോൾ ശരിയാണെന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയല്ലാതെയോ ആകാം. അതുകൊണ്ട് ഒരു കാര്യവും അത്ര സീരിയസ് ആയിട്ട് ഗണിക്കേണ്ട കാര്യമില്ല. ബൈ ഹാവിങ് ടു സ്ട്രോങ് കൺവിക്ഷൻസ്, വാല്യൂസ് ആൻഡ് ജഡ്ജ്മെന്റ്സ്, വൺ ലോസസ് എനി ഹോപ്പ്
being happy in this world, as none of this stands up to long-term scrutiny, and there is nothing one can be sure of it. അപ്പോൾ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അധികം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു വിശ്വാസക്കാരാണ് ഇവർ. ഇറ്റ് ഈസ് ബെറ്റർ ടു സസ്പെൻഡ് ജഡ്ജ്മെന്റ് ആൻഡ് ലീവ് ഇൻ ദ moment as it comes. It usually associated with those having a questioning and critical state of mind. Not accepting anything at face value is often seen as a character of being skeptic. Skeptic എന്നുള്ള ആ കൂട്ടരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നോട്ട് ആക്സെപ്റ്റിംഗ് എനിത്തിങ് അറ്റ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിൽ ഒന്നും ആ കേട്ട അതുപോലെ തന്നെ അങ്ങനെ വിശ്വസിക്കില്ല അവർ അങ്ങനെ വിശ്വസിക്കാത്ത ഒരു കൂട്ടരാണ് ഈ സ്കെപ്റ്റിസിസം എന്നുള്ള ആ സ്കൂൾ ഓഫ് തോട്ടിൽ പെട്ടവർ. In the Western world, there were many schools of thought that precluded blind faith and suspension of judgment as often associated with religion. Most of these were critical of the existence of evil and lack of justice in the world, and questioned as to how a good and just God could allow such things to happen. People often lost their faith in the face of suffering and what they felt as injustice and evil. But the ancient Greeks were not alone in the indulging in such thought processes. ഇനി ഏൻഷ്യൻ ഗ്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഇതുപോലെയുള്ള ഒരു തോട്ട് പ്രോസസ്സസ് ഒന്നും അവരുടെ ഇടയ്ക്കില്ല. വേസ് ഓഫ് ലൈഫ് ലൈക്ക് ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസം often fostered this kind of questioning attitude and invited a critical mindset. അതുപോലെ വേസ് ഓഫ് ലൈഫ് ലൈക്ക് ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസം, ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലുള്ള ആ ജീവിത രീതി അതുപോലെയുള്ള ഒരു രീതിയാണ് ഗ്രീക്കും ഫോളോ ചെയ്യണത്. മെനി നോൺ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് ആക്റ്റീവ്ലി ഇൻവൈറ്റഡ് ക്രിറ്റിസിസം ആൻഡ് എ ഡൗട്ടിംഗ് മൈൻഡ്. മെനി നോൺ വെസ്റ്റേൺ ഫിലോസഫീസ് ആക്റ്റീവ്ലി ഇൻവൈറ്റഡ് ക്രിറ്റിസിസം and a doubting mind. But many of these questions theories were part of recognized schools of thought and not simply taken as non-conformance or being against religion. അടുത്തത് the numerous gods and Hindus worship and simply manifesting that enable worshippers to focus on whatever qualities they wish to see in their object of worship. The numerous gods that Hindus worship. ഇനി ഹിന്ദുസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ധാരാളം ഗോഡിനെ, ദൈവങ്ങളെ, ദേവതകളെ, ദേവന്മാരെയൊക്കെ ആരാധിക്കുന്നുണ്ട്. അപ്പം ദാറ്റ് എനേബിൾ വർഷിപ്പേഴ്സ് ടു ഫോക്കസ് ഓൺ വാട്ട് എവർ ക്വാളിറ്റീസ് ദേ വിഷ് ടു സീ ഇൻ ദർ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ്. അവർ വർഷിപ്പ് ചെയ്യണ ആ ഒബ്ജക്റ്റിൽ അവരെന്തൊക്കെയോ ക്വാളിറ്റീസ് കാണുന്നുണ്ട്, അതനുസരിച്ച് അതിനെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ദെയർഫോർ നോ ഗോഡ് ഓർ നോ ഫോം ഓഫ് വർഷിപ്പ് ഈസ് അൺആക്സെപ്റ്റബിൾ. അതുകൊണ്ട് ഏത് രീതിയിലാണ് വർഷിപ്പ് ചെയ്യണത്, ആരെയാണ് വർഷിപ്പ് ചെയ്യണത് എന്നുള്ളത് ഒന്നും അസ്വീകാര്യമല്ല, എല്ലാം സ്വീകാര്യമായിട്ടുള്ളതാണ്. ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നതിന് ആരാധിക്കുക, വർഷിപ്പ് ചെയ്യുക, സ്തുതിക്കുക, അതിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. ഡിഫറെന്റ് വൺസ് മേ സിംപ്ലി മീൻ ദാറ്റ് someone has a different way but true nevertheless. Thus, while concept of exclusionary religions necessitate that a functionally plural society should define secular as no religion at all, religions that are not exclusionary and culture that do not perceive that religion is a bounded entity are able to accommodate plurality by allowing all religions to flourish. അപ്പോൾ ഒത്തിരി റിലീജിയൻസ് ഉണ്ട്, ഓരോരുത്തരുടെയും വിശ്വാസങ്ങളും ആരാധന രീതികളും വ്യത്യസ്തങ്ങളായിരിക്കാം, പക്ഷെ എല്ലാവരും അവരവരുടെ ആ രീതിയിൽ മുന്നോട്ട് പോവുക, അതിനാരും തടസ്സം നിൽക്കാൻ പാടില്ല. അതാണ് ഈ പ്ലൂരാലിറ്റി എന്ന് കൊണ്ട്, നല്ല പ്ലൂരലിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഈക്വാളിറ്റി ആൻഡ് ഫ്രാറ്റേർണിറ്റി. ഈക്വാലിറ്റി സമത്വം, ഫ്രാറ്റേർണിറ്റി സാഹോദര്യം. The framers of the Indian Constitution were men educated in the West and drawing their image of being civilized from the Renaissance ideas about universal humanism. ഒരു സാർവഭൗമിക മാനവത്വവും അത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും അതിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ദിസ് ഫിലോസഫി, ബിക്കോസ് അങ്ങനെ കൊടുക്കാൻ കാര്യം ഫ്രെയിമേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച ആളുകളും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. ദിസ് ഫിലോസഫി ഡെവലപ്ഡ് വിത്ത് സയൻസ് ആൻഡ് ആർട്ട് ഇൻ അറൌണ്ട് 16th century CE ആൻഡ് വിത്ത് ദ കൺവിക്ഷൻ ദാറ്റ് ഓൾ ഹ്യൂമൻസ് ആർ എലൈക്ക്. അപ്പൊ എല്ലാ
ഹ്യൂമൻ ബീയിങ്സ്, മാനവരാശി മുഴുവനും ഒരേപോലെ ഉള്ളത് തന്നെയാണെന്ന്, അവിടെ വ്യത്യാസങ്ങൾ പാടില്ല. ആ ഒരു മനോഭാവമാണ് ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികത്വത്തിൽ ഉള്ളത്. ദെയർ വാസ് എ സ്ട്രോങ് സെൻസ് ഓഫ് കമ്പാഷൻ ഫോർ all humans and even for other living creatures. Looking upon all humanity as equal, it advocates for personal liberty and participatory democracy and a universal faith in the human dignity, human rights and social justice. അപ്പോൾ ഫ്രാറ്റേർണിറ്റി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് fraternity, the unity and integrity of the nation is not achievable. Feeling of the brotherhood, the amongst all sections of the people, അവിടെയുള്ള എല്ലാവരിലും ഒരേപോലെയുള്ള സാഹോദര്യ ഭാവം കാണിക്കുക, അതാണ് ഫ്രാറ്റേർണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രാറ്റേർണിറ്റി ലീഡ്സ് ടു ദ യൂണിറ്റി എമംഗ് ദ പീപ്പിൾ ഓഫ് ദ നേഷൻ. The humanism arose against the philosophy of social evolution and theories like that of Herbert Spencer that took a harsh view of those who were unable to make good in life and stand up to competition. അപ്പോൾ ഇതുപോലെയല്ല, ഹ്യൂമാനിസം എന്ന് പറയുന്നത് ഒരു റാഷണൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് രീതിയിലാണ് അതിനെ ഡിറൈവ് ചെയ്തേക്കുന്നത്. അതുപോലെ സ്പെൻസറിൻ്റെ ഡെറിവേഷൻ പോലെയല്ല ഇവിടെ. ഹ്യൂമാനിസം ഡിറൈവ്സ് ഇറ്റ്സ് tenets from a rational and scientific rather than a religious or theological source. This is not to say that religious organizations, sects and functionaries do not or cannot have a humanist perspectives. In fact, they often do in the modern world, but there are many kinds of discrimination and hierarchies practiced by religious institutions and ideologies that would be rejected by the humanist. For example, the framer of the Indian Constitution, അതായത് ഡോക്ടർ ബി ആർ അംബേദ്കർ വാസ് എ ദളിത്. അദ്ദേഹം ഒരു ദളിത് ആയിരുന്നു. ബി ആർ അംബേദ്കർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാതാവ്. ഹു ഹാഡ് ഫേസ്ഡ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസ്. അദ്ദേഹം കാസ്റ്റ് ബേസ്ഡ് കുറെ ഡിസ്ക്രിമിനേഷൻസിനെയൊക്കെ തരണം ചെയ്യേണ്ടതായിട്ട്, ഫേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ബൈ ഹിന്ദു റിലിയൻ പോപ്പുലർലി പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ. അന്ന് ഹിന്ദു റിലീജിയനിൽ സാധാരണ അങ്ങനെ ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ, അങ്ങനെ അവർക്ക് ഇടയിലുള്ള വിവേചനം അതൊക്കെ വളരെ മൂർധന്യാവസ്ഥയിലായിരുന്ന കാലഘട്ടത്തായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറും അതേപോലെയുള്ള പരിസ്ഥിതിയിൽ കൂടി കടന്നു പോരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സ്കോളേഴ്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം സച്ച് ആസ് ലൂയിസ് ഡമണ്ട്, ദ കാസ്റ്റ് ഹൈറാർക്കി draws its primary legitimacy from religion and the concept of purity and pollution, directly derived from Hindu worldview. It was Ambedkar's vision, inspired by Western humanism and sense of social justice, that the Indian Constitution should be based on the principles of equality, fraternity and secularism in order to sustain a plural society with justice and harmony. അപ്പോൾ it was Ambedkar's vision. അംബേദ്കറുടെ കാഴ്ചപ്പാടായിരുന്നു ഇൻസ്പയർഡ് ബൈ വെസ്റ്റേൺ ഹ്യൂമാനിസം. വെസ്റ്റേൺ ഹ്യൂമാനിസത്തിൽ നിന്ന് ഒരു സ്വാധീനത്തോടു കൂടി, ആ പ്രേരണയിൽ നിന്ന് കിട്ടിയ ആ ഒരു കാഴ്ചപ്പാടിൽ കൂടിയാണ് അദ്ദേഹം ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചപ്പോൾ ഇതുപോലെയുള്ള പ്രിൻസിപ്പിൾസ് ലൈക്ക് ഈക്വാലിറ്റി, ഫ്രാറ്റേർണിറ്റി ആൻഡ് സെക്യുലറിസം ഇൻ ഓർഡർ ടു സസ്റ്റെയിൻ പ്ലൂറൽ സൊസൈറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വിത്ത് ജസ്റ്റിസ് ആൻഡ് ഹാർമണി, ജസ്റ്റിസും ഹാർമണിയോടുകൂടി അവിടെയുള്ളവർ ജീവിക്കാൻ വേണ്ടി ഈ നല്ല തത്വങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അംബേദ്കർ വാസ് എ പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് ഡിസ്ക്രിമിനേറ്ററി ഇൻഡിജീനിയസ് സൊസൈറ്റി ആൻഡ് എ ലിബറൽ ഹ്യൂമാനിസ്റ്റിക് എഡ്യൂക്കേഷൻ from America. He was steeped in the principles of democracy and dignity for all individuals as individuals and not as members of community and social groups. ഒരു കമ്മ്യൂണിറ്റിയിലെ സോഷ്യൽ ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സിനെ പോലെയല്ല, ആളുകളെ എല്ലാവരെയും ഒരു ഡെമോക്രാറ്റിക് കൺട്രീസിലുള്ള വ്യക്തികളായിട്ട് കാണുക. ആ ഒരു തത്വമാണ് ജനാധിപത്യത്തിൽ ഉള്ളത്. Thus, the Indian Constitution does not discriminate against anyone on the basis of religion. അതുകൊണ്ട് തന്നെ Indian Constitution does not discriminate against anyone of the basis of religion. മതത്തിന്റെ പേരിൽ ആരും വിവേചനം നേരിടാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ആൻഡ് religion, faith, way of life or any cultural traits such as language, food and ritual practices. ഇതിലൊന്നും മതത്തിൻ്റെതായ ഒരു ദുരുപയോഗങ്ങളും പാടില്ല എന്നാണ്
നിഷ്കർഷിച്ചിട്ടുണ്ട്. ആസ് ഫാർ ആസ് പോസിബിൾ പേഴ്സൺസ് ആർ എ ലിബർട്ടി ടു പ്രാക്ടീസ് ദെയർ വേസ് ഓഫ് ലൈഫ് ആസ് ലോങ് ആസ് ഇറ്റ് ഡസ് നോട്ട് വയലേറ്റ് ദ ലോ ഓഫ് ദ ലാൻഡ്. ഇനിയിപ്പോൾ എല്ലാം വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് നോക്കി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എടുത്തതെന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ഇവിടെ തന്നെ കൂടുതൽ നേതാക്കന്മാരും പലവരും ഇതുപോലെ നല്ല രീതിയിലുള്ള ചിന്താഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ഈസ് റെലവൻറ്റ് ടു ഡിസ്കസ് വാട്ട് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ഹ്യൂമാനിസം ആസ് ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ അമേരിക്കൻ ഹ്യൂമാനിസ്റ്റ് അസോസിയേഷൻ ഹാസ് എ സ്പെസിഫിക് ഡെഫിനേഷൻ ഓഫ് ഹ്യൂമാനിസം. ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവത്വം എന്നുള്ളതിന് അമേരിക്കൻ ഹ്യൂമാനിസ്റ്റ് അസോസിയേഷൻ ഒരു ഡെഫിനിഷൻ തന്നെ നൽകിയിട്ടുണ്ട്. റാഷണൽ ഫിലോസഫി, എ റാഷണൽ ഫിലോസഫി ഇൻഫോംഡ് ബൈ സയൻസ്. അദ്ദേഹത്തിൻ്റെ ആ ഡെഫിനിഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്: റാഷണൽ ഫിലോസഫി ഇൻഫോംഡ് ബൈ സയൻസ്. സയൻസിനാൽ അറിയപ്പെട്ട ഒരു റാഷണൽ ഫിലോസഫി, ഒരു യുക്തിപരമായിട്ടുള്ള തത്വശാസ്ത്രം. ഇൻസ്പയർഡ് ബൈ ആർട്ട്, അത് അതിന് പ്രേരണ ഉൾക്കൊണ്ടത് ആർട്ടിൽ നിന്ന്. ആൻഡ് മോട്ടിവേറ്റഡ് ബൈ കമ്പാഷൻ, അത് സ്നേഹത്തിലൂടെയാണ് അതിന് മോട്ടിവേഷൻ ലഭിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ ഹ്യൂമാനിസത്തിന് അമേരിക്കൻ ഹ്യൂമാനിസ്റ്റ് അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം. അതുപോലെ ഇപ്പോൾ മഹാത്മാഗാന്ധി ഈ സെക്യുലറിസത്തിനും അതുപോലെയുള്ള ഹ്യൂമാനിറ്റേറിയൻസിന്, മാനവികത്വത്തിനും ഒക്കെ എല്ലാം കൂടുതൽ റാഷണലൈസേഷനൊക്കെ കൂടുതൽ സ്ഥാനം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ദ റാഷണലൈസേഷൻ ഓഫ് ഹ്യൂമൻ ഇൻഈക്വാളിറ്റി വിത്തിൻ ദ ഫിലോസഫി ഓഫ് ദ ജാതി വർണ്ണ is quite contrary to structural Hinduism. But Hinduism, not being a doctrinal religion, professes many different paths. The Bhakti Marg denounces all inequalities and is more akin to humanism. Bhakti tells that all are equal before the supreme power and each person as an individual can reach God through pure devotion. അതുപോലെ സ്വാമി വിവേകാനന്ദനും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻ ദി ഇന്റർസെക്ഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സൊസൈറ്റി, ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് മെജോറിറ്റി ഓഫ് അപ്പർ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഹിന്ദുസ് ആർ ഓൾസോ മുസ്ലിംസ് ആൻഡ് പീപ്പിൾ സച്ച് ആസ് ക്രിസ്ത്യൻസ് കൺവേർട്ടഡ് ഫ്രം അപ്പർ കാസ്റ്റ് സ്റ്റിൽ ബിലീവ് ഇൻ കാസ്റ്റ് ഹൈറാർക്കി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലവരും മുസ്ലിംസിൽ നിന്നും ഹിന്ദുസിലേക്കോ അതുപോലെ ക്രിസ്ത്യൻസിലേക്കോ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ആ ഹൈറാർക്കി ആൻഡ് ഇൻഇക്വാളിറ്റി എന്നൊക്കെയുള്ള ആ സ്വഭാവം ദൂഷ്യങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സുകളിലുണ്ട്. ഇൻ ദിസ് റെസ്പെക്ട് ദ സിവിൽ കോഡ് ടു ഇന്റർഫിയർ വിത്ത് certain practices that were sanctioned by culture and also to large extent by popular Hinduism, although not by textual or philosophical Hinduism. The tribal communities were also allowed to continue with their customary laws for all social and civil purposes. അതുപോലെ റൈറ്റ് വിങ് നാഷണലിസം ഹാസ് ബീൻ പ്രസിംഗ് ഫോർ എ യൂണിഫോം സിവിൽ കോഡ് ഫോർ എൻറ്റയർ ഇന്ത്യ. ഹവർ ഹിയർ വാട്ട് ബിക്കംസ് contentious is what the civil code is going to be like. On one hand, the constitution grants equal rights to all religions and also ways of life supported by such religions. At the same time, there is the contending question of one country and one law. അപ്പോൾ എല്ലാവരും വിവിധ തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൽ ഒരേ നിയമം, ഒരേ രീതി, അതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് drafted keeping in mind the unique diversity of the country and its multiple tradition and ways of life. The had been unity in diversity, something that is celebrated in our national anthem as well. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കാണിക്കുന്നത്. അത് നാഷണൽ ആന്തത്തിലും ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. അടുത്ത യൂണിറ്റ് ഹിന്ദുയിസം ആണ്. ഹിന്ദുയിസത്തെ കുറിച്ച് ഒരുപാട് എല്ലാവർക്കും തന്നെ നല്ല അറിവുകളുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാം. Hinduism, the theological and metaphysical base. Hinduism is followed by vast majority of Indian population.
ഇന്ത്യൻ പോപ്പുലേഷനിൽ ഏതാണ്ട് വാസ്റ്റ് മെജോറിറ്റി, അതായത് 80% പേരും ഈ ഹിന്ദുയിസം ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഹിന്ദുയിസം ഈസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ ഓൺലി. ദ ഫോളോവേഴ്സ് ഓഫ് ഹിന്ദുയിസം, ദ ഹിന്ദുസ് സ്പ്രെഡ് ഓവർ ടു ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ, ഇന്തോനേഷ്യ, ഈസ്റ്റ് ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, കാരേബിയൻ ഐലൻഡ്സ്, ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ UK, USA, കാനഡ, ഇവിടെ എല്ലായിടത്തും ഹിന്ദുസ് കുറേശ്ശെ എല്ലാം ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 80% ആളുകളും ഹിന്ദുയിസം ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണ്. ആത്മൻ. Hindus believed in an internal, infinite and all-embracing ultimate force called Brahman. അപ്പോൾ ഹിന്ദുസിന്റെ ബിലീവ് അനുസരിച്ച് ഒരു ഇറ്റേർണൽ, ഇൻഫിനിറ്റ് ആൻഡ് ഓൾ എംബ്രൈസിങ് അൾട്ടിമേറ്റ് ഫോഴ്സ് കോൾഡ് ബ്രഹ്മനാണ് ഏറ്റവും കൂടുതൽ ശക്തി അവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മൻ ഈസ് പ്രസന്റ് ഇൻ ഓൾ ഫോംസ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ ഇത് എല്ലാ ഫോംസ് ഓഫ് ലൈഫിലും ഉണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബ്രഹ്മ, ദ യൂണിവേഴ്സൽ സോൾ. അപ്പൊ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സോൾ ആണ്. അതുപോലെ ആത്മൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സോൾ. ഓരോ വ്യക്തികളിലും ഇൻഡിവിജ്വൽ സോളും ഉണ്ട്. ആ ഇൻഡിവിജ്വൽ സോൾ അല്ല ആ ബ്രഹ്മൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോളിന്റെ തന്നെ ഓരോ പാർട്ടുകളാണെന്നാണ്, ഓരോ അംശങ്ങളാണെന്നാണ് വിശ്വാസം. ഇനി അടുത്തത് ധർമ്മ. ധർമ്മ ഹാസ് എ പ്ലൂറൽ മീനിങ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്മോളജിക്കൽ, എത്തിക്കൽ, സോഷ്യൽ ആൻഡ് ലീഗൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് പ്രൊവൈഡ് ദ ബേസിസ് ഫോർ ദ മോഷൻ ഓഫ് ആൻ ഓർഡേർഡ് യൂണിവേഴ്സ്. ഇൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഇമ്പരറ്റീവ് ഓർ റൈറ്റ്നെസ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ഗുഡ് ലൈഫ്. ധർമ്മ നല്ല ജീവിതം നയിക്കുക. അതുപോലെ ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്മോളജിക്കൽ, എത്തിക്കൽ, സോഷ്യൽ ആൻഡ് ലീഗൽ പ്രിൻസിപ്പിൾസ്. ഇതെല്ലാം അടങ്ങുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇനി പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ there has been a constant quest towards achieving a fruitful life in Hinduism. Upon the pursuit of certain goals has been considered inhabitable for the achievement of such life. The integrated life of a Hindu involves the pursuit of four goals. അതായത് ധർമ്മ, അർത്ഥ എന്ന് പറഞ്ഞ മെറ്റീരിയൽ പെർസ്യൂട്ട്സ്, അതുപോലെ കാമ, ലവ്, ഡിസയേഴ്സ് ആൻഡ് മോക്ഷ. അപ്പൊ ഈ 4 കാര്യങ്ങൾ ദ ഇന്റഗ്രേറ്റഡ് ലൈഫ് ഓഫ് എ ഹിന്ദു ഇൻവോൾവ്സ്. ഒരു ഇന്റഗ്രേറ്റഡ് ലൈഫ് ഓഫ് ഹിന്ദു ലൈഫിലുള്ളതാണ് ഈ ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. ഇനി അടുത്ത റിൻസ് എന്ന് പറഞ്ഞാൽ കുറെ കടപ്പാടുകൾ. ദർ ആർ ഒബ്ലിഗേഷൻസ്. ദർ ആർ 4 ഇമ്പോർട്ടൻറ്റ് ഒബ്ലിഗേഷൻസ് ഫോർ ഹിന്ദുവിന് 4 പ്രത്യേക ഒബ്ലിഗേഷൻസ് ഉണ്ട്. ദീസ് ആർ ഒബ്ലിഗേഷൻസ് ടു ദ സേജസ്, ടു ദ ആൻസസ്റ്റേഴ്സ്, ടു ഗോഡ് ആൻഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. ഇതാണ് ആ ഒബ്ലിഗേഷൻസ് എല്ലാം. ദീസ് ഒബ്ലിഗേഷൻസ് ആർ ഫുൾഫിൽഡ് ത്രൂ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഇൻ വേരിയസ് സ്റ്റേജസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ പല സ്റ്റേജിലുള്ള ആ ജീവിതത്തിന്റെ പല സ്ഥിതിയിൽ പല സ്റ്റേജസിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവരോടുള്ള കടപ്പാടുകളൊക്കെ, സേജസ്, അൻസസ്റ്റേഴ്സ്, ഗോഡ്, ഹ്യൂമൻ ബീയിങ്സ്, അവരോടുള്ള കടപ്പാടുകളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് റിൻസ് എന്ന് പറയുന്നത്. ഇനി വർണ്ണാശ്രമം. ദ ഗോൾസ് ഓഫ് ഹിന്ദു ലൈഫ് ആർ അച്ചീവ്ഡ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹിന്ദു സോഷ്യൽ ഓർഗനൈസേഷൻസ്. ദർ ഈസ് 4-fold വിഷൻ ഓഫ് ഹിന്ദു സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് 4 വർണ്ണാസ്. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, തന്നെ വായിച്ചെടുത്താൽ മതി. അടുത്തത് കർമ്മ. ദ നോഷൻസ് ഓഫ് ധർമ്മ ആൻഡ് കർമ്മ ആർ ക്ലോസ്ലി ഇന്റർലിങ്ക്ഡ് ടു ഈച്ച് അതർ ആൻഡ് ഓൺ മെനി ഒക്കേഷൻ ദേ ആർ indistinguishable and inseparable. If dharma is a social consciousness about the good life, ധർമ്മ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് ആണ്, ഒരു സാമൂഹിക ബോധമാണ് നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള. അപ്പൊ കർമ്മ ഇസ് ദ ഇൻഡിവിജ്വൽ ആക്ടർ. കർമ്മം എന്ന് പറയുന്ന ആ ആക്ടർ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് കർമ്മ എന്ന് പറയുന്നത്. It is significant that there are 3 pragmatic aspects of the concept of karma. കർമ്മക്ക് 3 pragmatic aspects ഉണ്ട്. അതായത് first one, orthodox Hindu will explain karma in terms of certain rituals in the form of worship or prayer of favorite gods and goddesses. which are popularly known as പൂജ. അതിനെ പൂജ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തത് കർമ്മ ഹാസ് ഓൾസോ ബിക്കം ഐഡന്റിഫൈഡ് വിത്ത് ദ ലൈഫ് സൈക്കിൾ റിച്വൽസ് ഓഫ് ദ ഹിന്ദുസ്. അപ്പൊ അതിനെ അറിയപ്പെടുന്നത് സംസ്കാരം എന്നുള്ളത്. പിന്നെ തേർഡ് വൺ, ബിസൈഡ്സ് ഓഫറിംഗ് ഓഫ് പൂജ ബോത്ത് അറ്റ് ഹോം ആൻഡ് ഇൻ ദ ടെമ്പിൾ ആൻഡ് പെർഫോമിംഗ് ഓഫ് ദ ലൈഫ് സൈക്കിൾ റിച്വൽസ്, ഓഫറിംഗ് ഓഫ് പ്രേയേഴ്സ് അറ്റ് ദ സാക്രഡ് പ്ലേസസ്. അപ്പൊ വീട്ടിലൊക്കെ ചെയ്യുന്ന പൂജയും കർമ്മത്തിന് പുറമെ പബ്ലിക് പ്ലേസസിൽ ചെയ്യുന്ന മറ്റ് പൂജകളെയാണ്, അല്ലെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെയാണ് തേർഡ് ആക്സെപ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്.
ഇനി അടുത്തത് മോക്ഷ. ദ കൺസെപ്റ്റ് ഓഫ് മോക്ഷ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ നോഷൻ ഓഫ് കർമ്മ ആൻഡ് ഇൻ ടേൺ വിത്ത് ധർമ്മ. ഇറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ദ പെർസിസ്റ്റന്റ് ഗുഡ് ഡീഡ്സ് കർമ്മ. കർമ്മഫലത്തിന്റെ നല്ല ഫലമാണ് മോക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പോയിന്റ് മാത്രം പറഞ്ഞു പോകുന്നത്. ബാക്കി കാര്യങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്. പിന്നെ ബേസിക് കൾട്സ് ആൻഡ് ഡെയിറ്റീസ് ഇൻ ഹിന്ദുയിസം. അപ്പൊ ഹിന്ദുയിസത്തിൽ ധാരാളം കൾട്സ് ഉണ്ട്. അതുപോലെ ഹിന്ദു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ഹിന്ദു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മാക്സ് വെബറുടെ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാക്സ് വെബർ പറഞ്ഞിട്ടുണ്ട് ഈ എക്കണോമിക് ഡെവലപ്മെന്റ് ഓരോ മതചിന്താഗതി അനുസരിച്ച് മാറാറുണ്ടെന്ന്. അത് അദ്ദേഹം എക്സാമ്പിൾ സഹിതം യുണൈറ്റഡ് ക്യാപിറ്റലിസ്റ്റ് നേഷൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുണ്ടായി. പക്ഷേ അത് ഇവിടെ ഇന്ത്യയിൽ ഇത് പ്രായോഗികമല്ലെന്നും നടന്നിട്ടില്ലെന്നും അദ്ദേഹം ഹിന്ദു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതി ഇല്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ നടന്നിട്ടില്ലെന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഹിന്ദുയിസം ഇൻ ദ ഹിസ്റ്റോറിക്കൽ സെറ്റിങ്സ്. അപ്പൊ ഹിന്ദുയിസം ഹാസ് ഓൾസോ ടു എൻകൗണ്ടർ വിത്ത് ഫോഴ്സസ് ഓഫ് ഇസ്ലാം ആൻഡ് ദ വെസ്റ്റ്. ലെറ്റ് us എക്സാമിൻ ഹിന്ദുയിസം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് ബ്രോഡ് സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ്. അപ്പൊ ഹിന്ദുയിസം വളർച്ചയിൽ എത്തിക്കാനായിട്ട് അതിൽ പല പല കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഭക്തി. ദർ ആർ വേരിയസ് ഇമ്പോർട്ടൻറ്റ് ഫേസറ്റ് ഓഫ് ഭക്തി മൂവ്മെന്റ് എന്നുള്ളത്. ലെറ്റ് us begin with the important phases that message of Gita initiated. ഇനി ഭഗവത്ഗീത, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് നോട്ടിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഭഗവത്ഗീത റെക്കഗ്നൈസ് ദ വേദിക് റിച്വൽസ് ആൻഡ് ഉപനിഷത്ത് ഫിലോസഫി ഓഫ് നോളജ് ആസ് ദ ലെജിറ്റിമേറ്റ് വേസ് ടു അറ്റൈൻ സെൽഫ് റിയലൈസേഷൻ വിച്ച് ഈസ് ദ ഗോൾ ഓഫ് ലൈഫ് ഓഫ് ആൻ ഐഡിയൽ ഹിന്ദു. അപ്പോൾ ഒരു ഐഡിയൽ ഹിന്ദുവിൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഹെൻസ് ടു ദ പാത്ത് ഓഫ് കർമ്മ ആൻഡ് Jnanam, the Gita added the path of bhakti. This revived the elements in Hinduism. After describing the way of action, knowledge and devotion, the Bhagavad Gita enjoins the seekers to abandon all three ways to seek refuge in God so as to free of the burden of moral imperfection. This call to total surrender is as much intellectual as it is devotional. പിന്നെ അടുത്തതാണ് അൽവാസ്. ദ ഡിവോഷണൽ മൂവ്മെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫ്ലറിഷ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. അതിനെയാണ് ഈ അൽവാസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ജയദേവ ആൻഡ് ശ്രീ ചൈതന്യ ആൻഡ് മീര. ഈ ഭക്തരുടെ അവരുടെ പ്രവർത്തനത്തിലൂടെ ഹിന്ദുയിസത്തിനുണ്ടായ വളർച്ച. അടുത്തത് സൂർദാസ്, തുളസിദാസ് ആൻഡ് കബീർ. ഈ കവികളും അവരുടേതായ ആ കൃതികളിൽ കൂടി മതത്തിനെ വളരെയധികം പുഷ്ടിപ്പെടുത്തുകയുണ്ടായി. ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ദാറ്റ് ഇന്ത്യൻസ് റിലീജിയസ് ഡിവോഷൻ വാസ് ഓൾസോ എക്സ്പ്രസ് ദ ലൂമിനറീസ് ഓഫ് മെഡീവൽ ഭക്തി മൂവ്മെന്റ് ഇൻ ദ സോങ്സ് ഓഫ് സൂർദാസ് ഓൺ കൃഷ്ണ, അതുപോലെ തുളസിദാസ് ഓൺ രാമ ആൻഡ് കബീർ ഓൺ ഡിവോഷണലിസം. അപ്പൊ ഇവരുടെയൊക്കെ ആ കവിതകളിലൂടെയും പദ്യങ്ങളിലൂടെയൊക്കെ ഹിന്ദുയിസത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇനി എൻകൗണ്ടർ വിത്ത് ഇസ്ലാം നോക്കിയേക്കുക. അടുത്തത് എൻകൗണ്ടർ വിത്ത് വെസ്റ്റ്. വെസ്റ്റിലെ കുറെ ആളുകളും അതുപോലെ ചില പ്രവർത്തനങ്ങളും ബ്രഹ്മസമാജ്, ആര്യസമാജ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഹിന്ദുയിസത്തിന്റെ വളർച്ചയ്ക്ക് സഹായപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷനും ഹിന്ദുയിസത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദ ക്യാരിഡ് ഫോർവേഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദിസ് മിഷൻ ഓൺ ദ ലൈൻ ഓഫ് ട്രഡീഷണൽ ഹിന്ദു വാല്യൂസ്. അതുപോലെ അടുത്തത് as a result of prolonged contact with West, various significant changes have taken place in Hinduism. ഇനി വെസ്റ്റുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ഉണ്ടായപ്പോൾ ഹിന്ദുയിസത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ABCD എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിസ്റ്റ് സ്റ്റേക്ക് ഇൻ ഹിന്ദുയിസം ഹാസ് റിസീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് അറ്റൻഷൻ ആൻഡ് ദ ഭഗവത് ഗീത ഹാസ് ബിക്കം ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഓഫ് ദ ഹിന്ദുസ്. അപ്പോൾ ധാരാളം ബുക്കുകൾ ഹിന്ദുയിസത്തിൽ ഉണ്ടെങ്കിലും ഭഗവത് ഗീതക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്
ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ അടുത്തത് ലീഡേഴ്സ് ഓഫ് വേരിയസ് ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നൗ അണ്ടർടേക്കിംഗ് വേരിയസ് സോഷ്യൽ റിഫോം ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ എല്ലാ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഭക്തി മാത്രമല്ല മറ്റു ഒരുപാട് പൊതു കാര്യങ്ങളും വെൽഫെയർ ആക്ടിവിറ്റീസിലും ഒക്കെ അവർ ഏർപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് റണ്ണിങ് ഓഫ് സ്കൂൾസ്, കോളേജ്, ഹോസ്പിറ്റൽസ് അങ്ങനെയൊക്കെ. ഇനി അടുത്തത് ദ ഐഡിയ ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ വിച്ച് permitted daily life cycle rituals and the intercaste relations, particularly by the higher caste, are rapidly weakening, especially in the urban areas. A caste-free Hinduism is supported by the cult of the new godman. ഇപ്പോൾ പുതിയ രീതി അനുസരിച്ച് ഇപ്പോൾ സായിബാബയുടെയൊക്കെ റിലിജിയനൊക്കെ അനുസരിച്ചിട്ട് എല്ലാവർക്കും എവിടെ വേണമെങ്കിലും പ്രവേശിക്കാം, അതുപോലെ പ്രാർത്ഥിക്കാം. ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്സും എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അടുത്തത് അനദർ ചേഞ്ച് ഹാസ് ബീൻ ദാറ്റ് ഓഫ് ദ എമർജൻസ് ഓഫ് militant forms of Hinduism, partially in response to the evangelical activities of the missionaries among the Harijans and tribals, and to the appearance of separationist tendencies among certain religious and ethnic minorities in India. ഇനി ഹിന്ദുയിസം ഇൻ ദ കണ്ടംപററി പീരീഡിൽ ഹിന്ദുയിസത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാനായിട്ടും അതിന്റെ വളർച്ച നോക്കാനായിട്ട് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഹിന്ദുയിസം അതൊരു പോയിന്റാണ്. പിന്നെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. അതുപോലെ അടുത്തത് ഇൻഡിവിജ്വലൈസ്ഡ് കൾട്ട്സ്. അവിടെ ഇവിടെയൊക്കെ ഇൻഡിവിജ്വൽസ് കൾട്ട്സ് ധാരാളം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുയിസം ഹാസ് ബീൻ എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ ദ എമർജൻസ് ഓഫ് പേഴ്സണലൈസ്ഡ് റിലീജിയസ് കൾട്ട്സ് ഇൻ റീസെന്റ് ഇയേഴ്സ്. സം ഓഫ് ദീസ് കൾട്ട്സ് ഹാവ് റിസീവ്ഡ് വൈഡ് അറ്റൻഷൻ ഫ്രം ദെയർ ഫോളോവേഴ്സ്. സത്യസായി ബാബ, ആചാര്യ രജനീസ്, മുക്താനന്ദ ആർ പ്രൊമിനന്റ് among them. Here for your specific understanding of this phenomena, we shall be discussing the cult of Satyasai Baba. Satyasai Babയുടെ കൾട്ടിനെ കുറിച്ച് അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, അതുപോലെ ആരാധനാലയങ്ങളുണ്ട്. കൂടാതെ കൂടുതൽ ആളുകൾക്ക് സഹായം നൽകുന്ന പല പ്രവൃത്തികളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ രോഗികൾക്ക് സഹായം, ഫീഡിംഗ് ഓഫ് ദ പുവർ, അസിസ്റ്റിംഗ് അതോറിറ്റീസ് ഇൻ ദ റിലീഫ് വർക്ക്, എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയസ് ഓഫ് സോഷ്യൽ സർവീസസ് ഓഫ് ദ കൾട്ട്. ഇനി പൊളിറ്റൈസേഷൻ ഓഫ് ഹിന്ദുയിസം അത് തന്നെ നോക്കാവുന്നതാണ്. ഇനി അടുത്തത് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓൾ ഗ്രേറ്റ് റിലീജിയൻസ് ഓഫ് ദ വേൾഡ്. അപ്പം ഇതിൽ ലെറ്റ് സം അപ്പ്, ഇങ്ങനെ നമുക്ക് സം അപ്പ് ചെയ്യാൻ പറ്റും. ഹിന്ദുയിസം ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓൾ ഗ്രേറ്റ് റിലീജിയൻസ് ഓഫ് ദ വേൾഡ്. ഇറ്റ് ഹാസ് എൻകൗണ്ടേർഡ് വേരിയസ് ഫോഴ്സസ് ഇൻ വേരിയസ് ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ്സ്. ഹവർ ദ സെൻട്രൽ ബിലീഫ് സിസ്റ്റം ഹാസ് റിമൈൻഡ് ഇറ്റേർണൽ ടു ഹിന്ദുയിസം. വി ഡിസ്കസ്ഡ് ഇൻ ദിസ് യൂണിറ്റ് ദ സെൻട്രൽ ബിലീഫ് സിസ്റ്റം ഓഫ് ഹിന്ദുയിസം as reflected in the notions of Brahman, Atma, Dharma, Karma, Moksha and the notion of purity and pollution. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹിന്ദുയിസത്തിൽ കൂടി ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റ്സ്. വി ഓൾസോ ഡിസ്കസ് ദ ബേസിക് കൾട്ട്സ് ആൻഡ് ഡെയ്റ്റീസ് ഇൻ ഹിന്ദുയിസം. ബേസിക് കൾട്ട്സും അതുപോലെ ഡെയ്റ്റീസും ഹിന്ദുയിസത്തിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കി. പിന്നെ ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മാരേജ്. ഹിന്ദുയിസത്തിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് മാരേജ്, ഫാമിലി and inheritance are also discussed in this unit. അപ്പോൾ ഫാമിലി, മാരേജ്, ഇൻഹെറിറ്റൻസ് അതൊക്കെ നമ്മൾ നേരത്തെ മാരേജ്, ഫാമിലി, ഇൻഹെറിറ്റൻസ് എന്നൊക്കെയുള്ള ആ ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇവിടെയും ചോദിക്കാം. ഹിന്ദു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഭാഗം കൂടി ഒന്നും കൂടി നോക്കിയിട്ട് എഴുതുക. അതുപോലെ ദ ഭക്തി മൂവ്മെന്റ് ഇൻ ഹിന്ദുയിസം ആൻഡ് ദ എൻകൗണ്ടർ ഓഫ് ഹിന്ദുയിസം വിത്ത് Islam and the West are discussed at length. Lastly, we discussed the emerging facts of Hinduism. Emerging facts of Hinduism എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് here we discuss the effort towards internationalization of Hinduism, emergence of individual cults in Hinduism and politicization of Hinduism based on some case studies. ഇനി ആ ഭഗവത്ഗീത സജസ്റ്റ് ദ പാത്ത് ഓഫ് ആക്ഷൻ, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഭഗവത്ഗീത സജസ്റ്റ് ദ പാത്ത് ഓഫ് ആക്ഷൻ, അതായത് കർമ്മ. പാത്ത് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കർമ്മ, നോളജ് ആൻഡ് ഡിവോഷൻ ഫോർ സെൽഫ് റിയലൈസേഷൻ. പിന്നെ ഭഗവത്ഗീത ഫൈനലി എൻജോയ്സ്
the seekers to abandon all these paths and to seek refuge in God so as to be free from the burden of all imperfections. വേറൊരു കാര്യം വിട്ടുപോയത് whatever may be the reason for the growth of fundamentalism in Hinduism, the facts remain that there has been deliberate tendency to politicize Hinduism as means of to gain power. However, reaction of the average Hindus towards such development is of ഈ പൊളിറ്റൈസേഷൻ ഓഫ് ഹിന്ദുയിസം പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആക്ടിവിറ്റീസ് ഓഫ് RSS.